AJD അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ റൂട്ട്സെറ്റി, ആർസെറ്റി എന്നിങ്ങനെ കേട്ടിട്ടുണ്ടോ? കർണാടകയിലെ ധർമ്മസ്ഥലിൽ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെയുടെ നേതൃത്വത്തിലുള്ള മഞ്ജുനാഥേശ്വര എഡ്യൂക്കേഷണൽ ട്രസ്റ്റും സിൻഡിക്കേറ്റ് ബാങ്കും കാനറ ബാങ്കും ചേർന്ന് 1982 സ്ഥാപിച്ചതാണ് റൂട്ട്സെറ്റി. റൂട്ട്സെറ്റി എന്ന് പറഞ്ഞാൽ റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം. സൗജന്യ തൊഴിൽ പരിശീലനം, താമസം, ഭക്ഷണം എന്നിവ നൽകി തൊഴിൽ രഹിതരെ സംരംഭരാക്കുക എന്നതാണ് റൂട്ട്സെറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യയിൽ 611 റൂട്ട്സെറ്റി, ആർസെറ്റി കേന്ദ്രങ്ങളുണ്ട്. ആർസെറ്റി എന്ന് പറഞ്ഞാൽ റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം. കേരളത്തിൽ 14 റൂട്ട്സെറ്റി, ആർസെറ്റി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂരിൽ റൂട്ട്സെറ്റി കേന്ദ്രവും മറ്റെല്ലാ ജില്ലകളിലും ആർസെറ്റി കേന്ദ്രങ്ങളുമുണ്ട്. ഓരോ ജില്ലയിലും കാനറ ബാങ്കിൻ്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പൂർണ്ണമായും CSR ഫണ്ടിങ്ങിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത്. CSR ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന് പറയും. കേരളത്തിൽ നിരവധി ആളുകളാണ് ഈ പദ്ധതിയിലൂടെ സംരംഭകരായി തീർന്നത്. ഈ സംവിധാനത്തിൽ 1 രൂപ പോലും പരിശീലനം നേടുന്ന വ്യക്തി നൽകേണ്ടതില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത. താമസവും ഭക്ഷണവും പരിശീലനവും പൂർണ്ണമായും സൗജന്യമാണ്. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീ മുഖേനയാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് പൂർത്തീകരിക്കുന്നവർക്ക് NCVETയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കും. NCVET എന്നത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. 18-45 പ്രായത്തിനിടയിലുള്ള എഴുതാനും വായിക്കാനും അറിയുന്ന ആർക്കും അപേക്ഷിക്കാം. ക്ലാസ് സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. ഒരു ബാച്ചിൽ മിനിമം 25 മാക്സിമം 35 പേരുണ്ടാകാം. അപേക്ഷകർ APL കാർഡുകാരാണെങ്കിൽ കുടുംബശ്രീ അംഗമോ കുടുംബശ്രീ അംഗത്തിൻ്റെ കുടുംബാംഗമോ ആയിരിക്കണം. സ്വാശ്രയ സംഘാംഗങ്ങൾക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് 30 ദിവസമെങ്കിലും ജോലി ചെയ്തവർക്കും അപേക്ഷിക്കാം. 60-ലധികം പരിശീലന കോഴ്സുകൾ ലഭ്യമാണ്. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഇനി പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെ എന്ന് നോക്കാം. ടെക്നിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ സർവീസിംഗ് ആണ്. 30 ദിവസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. പരിശീലന പരിപാടിയുടെ ഡ്യൂറേഷൻ 30 ദിവസമാണ്. CCTV ഇൻസ്റ്റലേഷൻ ആൻഡ് സർവീസിംഗ് കൊണ്ട് 11 ദിവസമാണ് കോഴ്സ് കാലാവധി. കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്കിംഗ് കൊണ്ട് 45 ദിവസമാണ് പരിശീലന കാലാവധി. 2 വീലർ മെക്കാനിസം കൊണ്ട് 30 ദിവസമാണ് പരിശീലന കാലാവധി. വയറിംഗ് ആൻഡ് പ്ലംബിംഗ് കൊണ്ട് 30 ദിവസമാണ് കോഴ്സിൻ്റെ കാലാവധി. ഇനി പ്രൊഫഷണൽ ക്രിയേറ്റീവ് കോഴ്സുകളുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി 30 ദിവസം. DTP ഗ്രാഫിക് ഡിസൈൻ 45 ദിവസം. ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റ് 35 ദിവസം. അലൂമിനിയം ഫാബ്രിക്കേഷൻ 30 ദിവസം. വിമൻസ് ടൈലറിംഗ് 31 ദിവസം. മറ്റൊന്ന് ഭക്ഷ്യോൽപ്പന്ന കാർഷിക കോഴ്സുകളാണ്. ബേക്കറി, കേക്ക് നിർമ്മാണം, ഫാസ്റ്റ് ഫുഡ് 12 ദിവസത്തെ കോഴ്സാണ്. പപ്പടം, അച്ചാർ, മസാല, കറി പൗഡർ 20 ദിവസമാണ്. തേനീച്ച വളർത്തൽ 20 ദിവസം. കൂൺ വളർത്തൽ 10 ദിവസം. ഇനി സംരംഭകത്വ കോഴ്സുകളുണ്ട്. അതിലൊന്ന് സംരംഭകത്വ വികസനമാണ് 11 ദിവസം. ട്രാവൽ ആൻഡ് ടൂറിസം 10 ദിവസം. അഗർബത്തി നിർമ്മാണം 10 ദിവസം. പേപ്പർ കവർ എൻവലപ്പ് നിർമ്മാണം 12 ദിവസം. ഇതാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ. ഓരോരുത്തരും അവരുടെ അഭിരുചി അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. താങ്ക് യു.